ചിക്കൻ 30 രൂപ. 30 രൂപ. 35 വർഷമായിട്ട് കടയുണ്ട്, പക്ഷെ പേരില്ല. വില കൂട്ടല്ലോ ഈ വിലയിലാണ്. കാരണം 10 രൂപയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 ദോശയും ചമ്മന്തി കഴിക്കാമല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് സിംഗിള് 13. ഒരു മുട്ടയ്ക്ക് തന്നെ 10-12 രൂപ വിലയില്ലേ? വേറെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ? നിങ്ങൾ സമ്മതിക്കില്ലല്ലേ ഇപ്പം? നിങ്ങളുടെ സ്വന്തം കടയായിരുന്നു. ചേട്ടൻ്റെ നമ്പരും കൂടെ കൊടുക്കട്ടെ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ നമ്പരും കൂടെ കൊടുക്കാം. ആ വിളിച്ചിട്ട് വന്നാൽ ഫോൺ എടുക്കാൻ സമയമുണ്ടോ? അപ്പോൾ ഇത്തിരി നമ്മൾ വീഡിയോ വെട്ടി കൂട്ടിയിടും. ചേട്ടൻ നമ്പർ ഇവിടെ തരികയാണെങ്കിൽ അയച്ചു തരായിരുന്നു. കറക്റ്റ് നമ്മൾ പൊക്കും. അത് വേണ്ട. കട തുടങ്ങിയിട്ട് 35 വർഷമായി. 35 വർഷമായി. ഈ ഒരു ദോശ 2 രൂപയ്ക്കാണ് ഈ ചേട്ടൻ കൊടുക്കുന്നത്. ഈ ഒരു ചിക്കൻ കറിക്കാണെങ്കിൽ 30 രൂപയാണ്. ഇത്തരത്തിൽ വില കുറച്ച് നൽകുന്ന ഒരു കടയുടെ വീഡിയോ ആണ് ഇന്നുള്ളത്. ചേട്ടൻ ഇവിടെ 2 രൂപയ്ക്ക് ദോശ കൊടുത്ത് എങ്ങനെ മുതലാക്കും? ദോശ 2 രൂപ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. വേറെ കൂലിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാപ്പുടിക്കാൻ വരണ ഒരു ചെറിയ ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്തു തരും. തിരക്ക് വരണ സമയത്ത് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും പരിചയമുള്ളവർ. ഇവിടെ എത്ര മണിക്കായി കട തുറക്കുക? കട തുറക്കുന്നത് വെളുപ്പിന് 5 മണിക്ക് തുറക്കും. 5 മണിക്ക് തുറക്കും. പിന്നെ ചിക്കനും ദോശയും റെഡിയാവാൻ 9 മണി കഴിയും. 9 മണി. പിന്നെ അതിനു മുമ്പ് ദോശ, ഓംപ്ലേറ്റ്, ചായ എല്ലാം ഉണ്ട്. ചിക്കൻ ആവണമെങ്കിൽ 9 മണിയാവും. 9 മണി. ഈ ചിക്കൻ എത്ര രൂപയാണ്? ചിക്കൻ 30 രൂപ. 30 രൂപ. അത് പണ്ടോട്ടേ എങ്ങനെയാണ്? ഇല്ല, കുറെ കാലം കൊണ്ടേ ഞാനാണ് കൊടുക്കുന്നത്. എത്ര വർഷമായിക്കാണ് ഈ കട തുടങ്ങിയിട്ട്? കട തുടങ്ങിയിട്ട് 35 വർഷമായി. 35 വർഷമായി. ചിക്കൻ ആകുമ്പോഴത്തേക്ക് 9 മണി. ചിക്കൻ ആകുമ്പോഴേ 9 മണിയാവും. പിന്നെ ചിക്കൻ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ ഒരു 11:30-12 മണിയാകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. കട അടയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇല്ല. ഞായറാഴ്ച ദിവസവും ഇല്ല. ഞായറാഴ്ച ദിവസം അവധിയാണ്. ചേട്ടാ, ആദ്യം തുടങ്ങിയ സമയത്ത് ദോശക്ക് എത്ര രൂപയായിരുന്നു? ദോശ ഞാൻ തുടങ്ങിയ 50 പൈസയിലും തുടങ്ങിയതാണ്. 50 പൈസയിലും തുടങ്ങിയത്. പിന്നെ 1 രൂപയ്ക്ക്, 1 രൂപയ്ക്ക്, 1.5 ഇപ്പൊ അങ്ങനെ നിലവിൽ 2 രൂപയിൽ നിൽക്കുകയാണ്. 2 രൂപയിൽ നിലവിൽ. പുറത്തൊക്കെ 10 രൂപയൊക്കെ 10-12 ഒക്കെ ആയിട്ടുണ്ട്. പണ്ട് മുതൽ ചിക്കൻ കറി ഇവിടെ ഉണ്ട്. ചിക്കൻ ഉണ്ട്. അത് ഈ 30 രൂപ ആക്കിയിട്ട് ഒരു കോവിഡിന് ശേഷം 30 രൂപ ആക്കിയത് ആ ലെവലിൽ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് ആ സമയത്ത് 30 രൂപ ആക്കിയത് അതേ ലെവലിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ്റെ വില കൂടിയാലും പ്രശ്നമില്ല. ഇല്ല, ഈ റേറ്റിന് തന്നെ കൊടുക്കുന്നു. 30 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. മുമ്പ് വന്ന വീഡിയോകളിൽ സമയം കറക്റ്റ് പറയാത്തതുകൊണ്ട് ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ കട സമയം കഴിഞ്ഞിട്ടും. അത് അന്ന് വന്ന വീഡിയോയുടെ ഒക്കെ നമ്മൾ സമയം കൃത്യമായിട്ടും പറഞ്ഞു അയച്ചാണ്. പക്ഷേ അവർ ആ സമയം കൃത്യമായിട്ടും പറഞ്ഞില്ല. അതിൽ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ വന്നിട്ട് വിഷമിച്ച് പോകുമ്പോഴേ. അപ്പോൾ ചേട്ടാ, കടയുടെ കറക്റ്റ് സമയം എന്ന് വെച്ചാൽ രാവിലെ 5 മണി മുതൽ 11:30-12 മണി വരെ. ഉച്ചയ്ക്ക് 11-12 മണിക്ക്. ഞായറാഴ്ച ഇല്ല. ചിക്കൻ കറി റെഡിയാവുന്ന 9 മണിക്ക് ചിക്കൻ റെഡിയാവും. 9 മണിക്ക് ശേഷം 10-11 മണിക്ക് 11:30 മണി 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ചിക്കൻ കഴിയും. ഇപ്പൊ രണ്ടാമത് തയ്യാറാക്കുന്ന രീതിയൊന്നും ഇല്ല. ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ. വേറെ എന്തൊക്കെ ഐറ്റം ഇവിടെ വന്നാൽ കിട്ടും? രാവിലെ ഓംപ്ലേറ്റ്, കിഴങ്ങ് കറി, ദോശയും പിന്നെ ചമ്മന്തി, പപ്പടം. ഒരു 10 മണിയോടെ അടുത്ത് ചിക്കൻ കറി. 9 മണിക്ക് ചിക്കൻ റെഡിയാവും. വൈകിട്ട് അങ്ങനെ ഇല്ല? വൈകുന്നേരം ഇല്ല. മുമ്പ് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് ഒരാൾ കൂടെ നമ്മളെ കൂലിക്കുണ്ടായിരുന്നു. അപ്പോഴും പിന്നെ ആ കോവിഡ് സമയത്ത് ഒറ്റയ്ക്ക് തുടങ്ങി ഇതേപോലെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കടയിലോട്ട് പറഞ്ഞ കറക്റ്റ് വഴി എങ്ങനെയാ പറയാ? വഴി നമ്മളെ ബാലരാമപുരം വഴിമുക്കുണ്ടല്ലോ, ബാലരാമപുരം വഴിമുക്കിലൊന്ന് പൂവാ റോഡ് നെല്ലിമൂട് ഇറങ്ങണം. നെല്ലിമൂടിലൊന്ന് ഭാസ്കർ നഗർ ബദനി സ്കൂളിന്റെ സമീപം. ഭാവിയിൽ ദോശയ്ക്ക് വില കൂട്ടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തായാലും കുറച്ച് ദിവസം കൂടെ ഞാൻ അങ്ങ് പോവാനാണ് തീരുമാനം. വില കൂട്ടല്ലോ ഈ വിലയിലാണ്. കാരണം 10 രൂപയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 ദോശയും ചമ്മന്തി കഴിക്കാമല്ലോ. ആ ഒരു ധൈര്യത്തിലാണ്. സാധാരണക്കാർക്കും ഭക്ഷണം കഴിക്കണ്ടേ? ഇവിടെ ഈ ലൊക്കേഷനിൽ പറഞ്ഞാൽ ജോലിക്കാർ ഒരു ദിവസം വരുന്നവർ വീണ്ടും ഇവിടെ വരും. കൂടുതലും ഈ ജോലിക്കാരാണ് വരും അല്ലേ? കൂലിക്കാരാണ് പറഞ്ഞത്. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരെ നടത്തുന്ന കട എന്ന് വേണമെങ്കിൽ പറയാം. ഓംപ്ലേറ്റ് ഒക്കെ എത്ര രൂപയാണ് ഏട്ടാ? ഓംപ്ലേറ്റ് ഡബിൾ 25, സിംഗിൾ 13.
13. ഒരു മുട്ടയ്ക്ക് തന്നെ 10-12 രൂപ വിലയില്ലേ? വാഴയില വീട്ടിൽ നിന്ന് കൊണ്ടുവരിക? വാഴയില ഞായറാഴ്ച ദിവസം ഞാൻ വയലിൽ പോയി ഇല വെട്ടും. വിലയ്ക്ക് വാങ്ങുന്നതല്ല. അവിടെ നമുക്ക് പരിചയമുള്ള വാഴപ്പണകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ചെന്ന് വെട്ടിയെടുക്കുന്നതാണ് ഞായറാഴ്ച ദിവസം. വേറെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ? എൻ്റെ പേര് രവി. ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗം ഇത് തന്നെ? 10-35 വർഷം കൊണ്ട് ഇത് തന്നെ. ചിക്കൻ കറിക്ക് ഭാവിയിൽ വില കൂട്ടും? വില ഇപ്പം എന്തായാലും ഉടനെ ഇല്ല. ഇപ്പം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ്. ഈ വില ഇതുകൊണ്ടാണ് പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പോൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സാധനം വിറ്റ് കുറച്ച് ലാഭം എടുക്കണം. അതാണ് നമ്മളെ ഐഡിയ. അപ്പോഴത്തേക്കും വരുന്നവർ പിന്നെയും ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറഞ്ഞൊരു വരുന്നവർ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ട് അങ്ങ് പോകും. അതെ. ആരെങ്കിലും കാശില്ലാന്നൊന്ന് പറഞ്ഞാലോ? കാശ് അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ദോശയ്ക്ക് 2 രൂപയുള്ളെങ്കിലും കാശിന് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാൽ ചേട്ടൻ കൊടുക്കും? അത് കൊടുക്കും. വരുന്നവർ പുറത്തുനിന്ന് വരുന്നവർ തന്നെ അഥവാ 90 രൂപ പറ്റിയാ 100 രൂപ 10 രൂപ തിരിച്ചു വാങ്ങൂല. 10 രൂപ അങ്ങിട്ടിട്ട് അങ്ങ് പോകും. കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം പുറത്തെ വിലയും കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വലിയ ലാഭം എടുക്കുന്നില്ലെന്ന് ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് വന്ന് കാണുമ്പോഴും കഴിക്കുമ്പോഴും അവർക്ക് അത് മനസ്സിലാവുന്ന കാര്യം. അതാണ് ആ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഭാവിയിൽ വേറെ എന്തെങ്കിലും ഐറ്റം കൊണ്ടുവരുമോ? ബീഫോ അങ്ങനെ എന്തെങ്കിലും? ബീഫ് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു. കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് പൊറോട്ട ഉണ്ടായിരുന്നു. ഒരാൾ കൂലിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പൊറോട്ട അടിക്കാനും കൂലിക്ക് ഉണ്ടായിരുന്നു. ഇറച്ചി തീർന്നു. ദോശ ഇല്ല. ചേട്ടാ, ഭാവിയിൽ ബീഫോ എന്തെങ്കിലും പുതിയൊരു ഐറ്റം കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടോ? പുതിയ ഐറ്റം കൊണ്ടുവരണമെന്നുണ്ട്. നമുക്കിവിടെ സ്ഥല സൗകര്യം അത്ര കണ്ടീഷൻ അല്ല. ഇനി ഒരു സ്റ്റൗ കൂടെ വാങ്ങി ഒരു ബീഫ് കൂടെ വയ്ക്കേണ്ട ഐഡിയ ഉണ്ട്. പരിമിതമായ സ്ഥലത്ത് ഒരു മുറി കടയിലാണ് ചെയ്യുന്നത്. കൂടുതലും ആൾക്കാർ മെയിൻ റോഡിൽ കൂടെ പോവെങ്കിലും കുറച്ച് ഉള്ളിലേക്ക് മാറി ഇങ്ങനെ ഒരു കട ഉള്ളതായിട്ട് ആർക്കും വലുതായിട്ട് മുമ്പ് അറിയത്തില്ലായിരുന്നല്ലോ. ഇല്ല, ഈ വീഡിയോ വന്നതിന് ശേഷമാണ് പുറത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയത്. അത് ഈ വില തന്നെയാണ് അവരെ ആകർഷിക്കുന്ന ഒരു കാര്യം. ഒരു 10 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ 10 ദോശ കഴിക്കാമല്ലോ. 10 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ 5 ദോശ കഴിക്കാമല്ലോ. 5 ദോശ നമുക്ക് ഒരു നേരത്തേക്ക് ഭക്ഷണം, ദോശയും ചമ്മന്തിയും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും 10 രൂപയ്ക്ക്. അപ്പോഴത്തേക്ക് അതൊരു നേരം നമുക്ക് ഓക്കെയാണ്, നമുക്കത് മതി. ഭാവിയിൽ ഇനി ബീഫൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലേ? ബീഫ് വയ്ക്കണം. ഇഷ്ടംപോലെ ആൾക്കാർ ബീഫാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വെച്ചാലും ക്വാണ്ടിറ്റിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിലയും ഒരു ആകർഷിക്കുന്ന വിലയിലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഈ കട ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുക. ഫാമിലി ഞാൻ കല്യാണം കഴിച്ചവിടെ അടുത്തത് തന്നെ. എനിക്ക് 2 മോളാണ്. 2 മോള്, 2പേരെയും കല്യാണം കഴിച്ചു കൊടുത്ത്. മൂത്ത മോക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇളയ മോക്ക് 1 കുഞ്ഞുണ്ട്. ഭാര്യയ്ക്ക് ഒരു ജോലിയുണ്ട്. ഇപ്പം നേരിട്ട് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. ചേട്ടൻ്റെ രീതിയിൽ ഞാൻ പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ ഈ കട അങ്ങനെ അന്നോട്ടേ തുടങ്ങിയതാണ്. SLC കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ട് പോയി. അപ്പനും കട ഉണ്ടായിരുന്നു. അപ്പോഴ് അങ്ങനെ ആ വാസം നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഇതുവരെ ഉള്ളൊരു ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എന്തെങ്കിലും മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കടയിൽ? അങ്ങനെ പറയത്തക്കായിട്ടുള്ള അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ അങ്ങനെയാണ് ആൾക്കാരുടെ കൈയുടെ പറഞ്ഞത്. കടയ്ക്ക് പേരിടാത്ത എന്താണ് ചേട്ടാ? കടയ്ക്ക് ഒരു പേരില്ലല്ലോ. പേരില്ല. 35 വർഷമായിട്ട് കടയുണ്ട്, പക്ഷേ പേരില്ല. പേരിടൂ ഇനി ഭാവിയിൽ? ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു പേരിട്ടിട്ടുണ്ട്. എൻ്റെ ചെറുമോളെ പേരിട്ടിട്ടുണ്ട്. പൂജ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ് ലൈസൻസ് എടുക്കാൻ വേണ്ടി അതിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പബ്ലിക്കായിട്ട് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഈ ഒരു കട അങ്ങനെ പബ്ലിക്കായിട്ട് പേര് വേണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 35 വർഷം കൊണ്ട് ഇവിടെ എല്ലാവരുമായിട്ട് അങ്ങനെ പോവല്ലേ. അപ്പോഴും പിന്നെ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആവശ്യമില്ല. ഭക്ഷണം കഴിക്കാൻ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു പേരിടേണ്ട കാര്യമില്ല. അടുത്തുള്ള ബാലരാമപുരം അടുത്തുള്ള അല്ലല്ലേ? അല്ല, ഇവിടെ നെല്ലിമൂടിലെന്ന് ഭാസ്കർ നാറ്. പിന്നെ ഫേമസ് ബദനി സ്കൂൾ, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബദനി സ്കൂളിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഭാവിയിൽ ഇനി വരുമ്പോഴത്തേക്ക് ബീഫ് ഉണ്ടാവും. ചിക്കൻ ഇതേപോലെ തന്നെ തുടർന്നു അങ്ങനെ പോകാനാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ പൊറോട്ടയ്ക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഒരാളും കൂടെ സഹായത്തിനുണ്ടെങ്കിലേ പറ്റും. പൊറോട്ടയ്ക്ക് കുറച്ചധികം ജോലിയുണ്ട്. പിന്നെ അത് പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും തൊട്ട് ചെയ്യാൻ പറ്റൂല നമുക്ക്. ഇതാകുമ്പോൾ ചായ, പൊറോട്ട, ദോശ എല്ലാം ഒറ്റ അടിക്ക് അങ്ങ് നടക്കും കാര്യങ്ങൾ. ഓംലെറ്റ് ആണെങ്കിലും ദോശ നമ്മൾ കൈ പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി കൊണ്ടാണ് ഈ ഒരു ഐറ്റംസ് നിർത്തിയേക്കുന്നത്. ഒരാളും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും സെയിൽ നടക്കും. പിന്നെ ഇന്നത്തെ ശമ്പളം ഒരാളിനെ കൂലി കയർത്തി 1200-300 രൂപ കൊടുക്കണം.
നമ്മൾ അത്രത്തോളം കച്ചവടവും കൂടെ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ എത്ര വിറ്റിരുന്നാലും നമുക്ക് തന്നെയല്ലേ. അപ്പൊ സ്വന്തമായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്തു? ഗ്യാസിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല. എത്ര പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് ചേട്ടാ ഇവിടെ? 15 പേർക്ക് ഇരിക്കും. 15 പേർക്ക് ഒരേ സമയം ഒരു മുറി കടയേ ഉള്ളൂ? ഒരു മുറിയുള്ള 15 പേർക്ക് ഇരിക്കാം. വേറെ ഇവിടെ ഉള്ളവരൊക്കെ വന്നിട്ട് അവര് തന്നെ ദോശയൊക്കെ എടുത്ത് പോയിരിക്കുന്നുണ്ട്. തിരക്ക് സമയത്താണെന്നുണ്ടെങ്കിൽ അവര് തന്നെ എടുന്ന് കഴിക്കും. പൈസ അവര് കറക്റ്റ് ആയിട്ട് തരും. വേറെ അങ്ങനെ കള്ളമൊന്നും ആരും പറയൂല. എല്ലാവർക്കും നല്ല പരിചിതമാണ്. അതുകൊണ്ട് അവർ തന്നെ വന്നിട്ട് ദോശ ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ദോശയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇലയിലെടുത്ത് അവർ തന്നെ പോയിരുന്ന് കഴിക്കുന്ന ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതാണ് ചോദിച്ചത്. ചേട്ടൻ്റെ നമ്പരും കൂടെ കൊടുക്കട്ടെ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ നമ്പരും കൂടെ കൊടുക്കാം. അത് വിളിച്ചിട്ട് വന്നാൽ ഫോൺ എടുക്കാൻ സമയമുണ്ടോ? ചേട്ടാ ദൂരത്തു നിന്നൊക്കെ ഇവിടെ കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്നവർക്കേ ചേട്ടൻ ഒന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ചേട്ടൻ്റെ കടയുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കട്ടെ, വീഡിയോയുടെ ഒപ്പം കൊടുക്കട്ടെ. ചേട്ടൻ പറഞ്ഞു, നമ്പർ പറഞ്ഞു. 94 96 750 636. പേര് രവി. ഈ ഒരു നമ്പറിൽ വിളിച്ച ചേട്ടനെ കിട്ടും. അപ്പം കടയുടെ സമയവും കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. ഞായറാഴ്ച മാത്രമേ ഈ കട കാണില്ല, ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ദൂരത്തുനിന്ന് വരുന്നവർ ചേട്ടനെ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സമ്മതിക്കില്ലല്ലോ ഇപ്പം, നിങ്ങളുടെ സ്വന്തം കടയായിരുന്നു. ചേട്ടൻ ഈ ഒരു മേഖലയിലോട്ട് വരാണ്ട സാഹചര്യം എങ്ങനെയാണ്? ഈ ഒരു ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത്? ഞാൻ ആദ്യം ഭാസ്കർ നഗർ കച്ചവടത്തിന് വന്ന സമയത്തെന്ന് പറഞ്ഞ ഒരു മുറുക്കാൻ കടയായിട്ടാണ് തുടങ്ങിയത്. മുറുക്കാൻ കടയായിട്ട് തുടങ്ങി അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ചായത്തട്ട് വെച്ച് പലഹാരമൊക്കെ ഇട്ട് അങ്ങനെ ആദ്യം തുടക്കം അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ അങ്ങനെ നല്ല ഭക്ഷണ കടകളൊന്നുമില്ല. അങ്ങനെ ദോശ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നു? അന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തുടക്കം തൊട്ടേ ഒരാൾ കൂലിക്കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് പിന്നെ അറിയാന്നുള്ള ഒരാളിവിടെ ഉണ്ടായിരുന്നു. എത്ര കിലോ ചിക്കൻ്റെ കറിയാണ് ഇവിടെ ഉണ്ടാക്കുക? ഇപ്പോഴ് ഈ വീഡിയോ ഒക്കെ ഓപ്പൺ ആയതിനു ശേഷം ഒരു 10 കിലോ ഒക്കെ തീരും. ആളുകൾ അന്വേഷിച്ച് വരാറുണ്ടല്ലേ? വരാറുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. അപ്പം ഏകദേശം വേറെ അല്ല, ഈ സമയം മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന്. ഈ കടയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതിന്റെ സമയമാണ്. രാവിലെ 5 മണിക്ക് തുറക്കും, 9 മണിക്ക് ചിക്കൻ കറി റെഡിയാവും. അതിന് മുന്നേ ദോശയും ഓംപ്ലേറ്റും ചായയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. 11 മണി 12 മണിയാകുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം തീരുകയും ചെയ്യും, കട അടയ്ക്കുകയും ചെയ്യും. ഞായറാഴ്ച ഈ കട അവധിയുമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പുറത്തുനിന്ന് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ കട ഉണ്ടാകത്തില്ല. കറക്റ്റ് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഐറ്റംസ് തീരുകയും ചേട്ടൻ അടച്ചിട്ട് പോവുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം കട ഉണ്ടാവില്ല, ഞായറാഴ്ച അവധിയുമാണ്. അപ്പോൾ ഈ ഒരു ടൈം ശ്രദ്ധിച്ചിട്ട് വേണം ഈ കടയിലേക്ക് വരാനായിട്ട്. സമയം എടുത്തു പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഫാമിലീസൊക്കെ ഇവിടെ അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടനും കട അടയ്ക്കുകയും ചെയ്ത് അങ്ങനെ, അതുകൊണ്ടാണ് സമയം എടുത്തു പറഞ്ഞത്. ഓക്കെ ഏട്ടാ, അതെത്രയും ശരി ഏട്ടാ, വലിയ. അപ്പോൾ ഇതെത്രയും നമ്മൾ വീഡിയോ വെട്ടി കൂട്ടി ഇടും. ചേട്ടൻ നമ്പർ ഇവിടെ തരുകയാണെങ്കിൽ അയച്ചു തരായിരുന്നു. ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ പറഞ്ഞു. റെക്കോർഡ് എടുക്കാൻ സമയം കറക്റ്റാണ് പറയുന്നത്. രാത്രിയും പകല കാളുകൾ വരെയാണ്. അത് കറക്റ്റ് സമയം പറഞ്ഞ കറക്റ്റ് സമയം തന്നെ പറയാം.